ഏവർക്കും വിസ്ഡം ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ക്ലാസ് 12ൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഇൻ്റഗ്രേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ്, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നമ്മൾ പല മെത്തേഡുണ്ട്. ആ മെത്തേഡെല്ലാം ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഇൻ്റഗ്രൽ tan ഇൻവേഴ്സ് എക്സ് ഡിവൈഡ് ബൈ 1 + x² × dx. ഇതിനെയാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് അല്ലേ. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം എന്നുള്ളതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൻ്റെ ബേസിക് ആയിട്ടുള്ള തിയറി. എന്താണ്? ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കൂടെ ഉണ്ടെങ്കിൽ, ആ ഫംഗ്ഷൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്? tan ഇൻവേഴ്സ് ഉണ്ട്, tan ഇൻവേഴ്സ് ഉണ്ട്. tan ഇൻവേഴ്സിൻ്റെ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 + x² ആണ്. അപ്പോൾ നമുക്ക് ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? tan ഇൻവേഴ്സ് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് കൊടുക്കാം ലെറ്റ് tan ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു ഏത് വേരിയബിൾ വേണമെങ്കിലും കൊടുക്കാം. ടി എന്നോ യു എന്നോ വി എന്നോ ഞാൻ ഇവിടെ ടി കൊടുക്കുന്നു അല്ലേ. അത് നമ്മളിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? tan ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/1 + x². ടിയുടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം dt/dx എന്ന് കിട്ടും. അപ്പോൾ dx നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? dx ഡിവൈഡഡ് ബൈ 1 + x² ഈസ് ഈക്വൽ ടു dt എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ എന്താണ്? dx ഡിവൈഡ് ബൈ 1 + x² നമ്മളിങ്ങനെ ഒരു ഫംഗ്ഷനായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന് പോലെ ആരെ കൊടുക്കാം? dt കൊടുക്കാം. tan ഇൻവേഴ്സ് എക്സിന് പോലെ ആരെ കൊടുക്കാം? t കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ e⁻t dx ഡിവൈഡ് 1 ടോട്ടലി എടുത്തിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? dt എന്ന് കൊടുക്കുന്നു. അപ്പോൾ e⁻t × dt. e⁻xൻ്റെ ഇൻ്റഗ്രൽ എത്രയാണ്? e⁻x തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? e⁻t + c. അപ്പോൾ ടി എന്ന് പറയുന്നത് നമ്മുടെ ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു വേരിയബിളാണ്, ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ അതിന് വരെ നമ്മൾ ഏത് ഫംഗ്ഷനാണ് ടിക്ക് നമ്മളാണ് കൊടുത്തത് അല്ലേ. അപ്പോൾ നമുക്ക് ഉള്ള ഫംഗ്ഷൻ നമുക്ക് തിരിച്ചു കൊടുക്കണം. ടി ആരാണോ അത് ഉള്ള തിരിച്ചു കൊടുക്കുക. അപ്പോൾ e⁻tan ഇൻവേഴ്സ് എക്സ് + c എന്ന് നമുക്ക് ഉത്തരം കിട്ടും. e⁻tan ഇൻവേഴ്സ് എക്സ് + c എന്നുള്ള ഉത്തരം കിട്ടും. ഇതാണ് ഇതിന് സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു √1 + 2x² dx. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് x² ഡെറിവേറ്റീവ് ആണ്, എക്സ് അല്ല 2x ആണ്. x² ഡെറിവേറ്റീവ് എന്താണ്? 2x ആണ്. പക്ഷേ ഇവിടെ നമുക്ക് എക്സ് ഉണ്ട്. പക്ഷേ നമുക്ക് റൂട്ടിനകത്തൊരു സാധനം കൊടുക്കുമ്പോഴത്തേക്ക് എന്താണ്? മൊത്തത്തിൽ കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ റൂട്ടിനകത്തുള്ള ഫംഗ്ഷൻ, റൂട്ടിനകത്തുള്ള എല്ലാ ഫംഗ്ഷനും ചേർത്തൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. നോക്കിയോ, 1 + 2x² ഈസ് ഈക്വൽ ടു t. ഇനി നമ്മളിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 0. 2x² ഡെറിവേറ്റീവ് 2x. അപ്പോൾ 2 × 2 4x ഈസ് ഈക്വൽ ടു dt/dx. അപ്പോൾ നമുക്കെന്താ വേണ്ടുന്നത്? എക്സ് ഡി എക്സ് കിട്ടണം അല്ലേ. അപ്പോൾ എക്സ് ഡി എക്സ് നമുക്കിവിടെ എഴുതാം. എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു 4 റൈറ്റ് സൈഡിൽ വരുമ്പോൾ എന്ത് കിട്ടും? dt/4. അപ്പോൾ എക്സ് ഡി എക്സിന് പകരം നമുക്ക് എന്തെഴുതാം? dt/4. 1/4 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇൻ്റഗ്രൽ പുറത്തെടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 × ഇൻ്റഗ്രൽ എക്സ് ഡി എക്സിന് പകരം dt ആണ്. dt/4 1/4 എഴുതി. ഇനി എന്താണ്? √t × dt. എന്തുകൊണ്ടാണ് dt എന്ന് പറയുന്നത്? എക്സ് ഡി എക്സ് നമ്മൾ ഒരുമിച്ച് എടുത്തിട്ടാണ് dt/4 എന്ന് എഴുതി. ഇനി എന്താണ്? 1/4 ഇൻ്റഗ്രൽ √t നമുക്ക് എങ്ങനെ എഴുതാം? t⁻1/2 × dt എന്ന് എഴുതാം. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് t⁻1/2 എത്രയാണ്? അപ്പം നമുക്ക് എഴുതാം 1/4 × t⁻1/2 + 1 ഡിവൈഡഡ് ബൈ 1/2 + 1 + c. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം.
1/4 ഇൻറ്റു ടി റേസ് ടു ഇതെന്താ കിട്ടും 3/2 പിന്നെന്താണ് ഇവിടെ എന്താ കിട്ടും 1/2 + 1 3/2 ഡിവൈഡഡ് ബൈ 3/2. അപ്പോൾ ഈ ഡിനോമിനേറ്ററിൻ്റെ ഡിനോമിനേറ്ററായി 2 4 ക്യാൻസൽ ചെയ്യും, 2 കിട്ടും പ്ലസ് സി. പിന്നെ ബാലൻസ് എന്തുകൊണ്ട് ടി റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 6 പ്ലസ് സി. ടി എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത വാല്യൂ ആണ്, അപ്പോൾ നമുക്ക് തിരിച്ചു കൊടുക്കണം. അപ്പോൾ ലാസ്റ്റ് ഉത്തരം കിട്ടും ടിക്ക് പകരം 1 + 2x² ദ ഹോൾ റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 6 പ്ലസ് സി എന്നുള്ള ഉത്തരം കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കുന്നു. ഇൻ്റഗ്രൽ 1 + log x ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ്. നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റിന് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ്? log xൻ്റെ ഡെറിവേറ്റീവ് ആണ് 1/x, അത് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് കൊടുക്കേണ്ടത് log xനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നമുക്ക് 1/x കിട്ടില്ല. പക്ഷേ നമ്മൾ ബ്രാക്കറ്റിനകത്തുള്ള മൊത്തത്തിൽ കൊടുക്കുന്നു. എപ്പോഴും കൊടുക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം, ബ്രാക്കറ്റിന് മൊത്തത്തിൽ ഉള്ളത് കൊടുക്കണം. ലെറ്റ് 1 + log x ഈസ് ഈക്വൽ ടു ടി. സോ 1ൻ്റെ ഡെറിവേറ്റീവ് 0, log xൻ്റെ ഡെറിവേറ്റീവ് 1/x ഈസ് ഈക്വൽ ടു dt/dx. ഇനി ഡി എക്സിനെ ക്രോസ് ചെയ്യുമ്പോൾ dx/x ഈസ് ഈക്വൽ ടു dt. അപ്പോൾ നമുക്ക് dx/x എന്നുള്ള ആ ഫംഗ്ഷന് പകരം dt എന്ന വാല്യൂ കിട്ടി. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രൽ എന്തായി? 1 + log x എന്ന് പറഞ്ഞാൽ t ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + log x സ്ക്വയർ ആകുമ്പോൾ t² ഇൻറ്റു dt. ഇനി നമ്മൾ എന്താണ് t² നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടി? ടി റേസ് ടു 3 ഡിവൈഡഡ് ബൈ 3 എന്ന് വെച്ചാൽ 2 + 1 3 2 ഡിവൈഡഡ് ബൈ 2 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് സി. ടി നമ്മൾ കൊണ്ടുവന്ന വാല്യൂ ആണ്, അത് തിരിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ എത്ര കിട്ടും? 1 + log x ദ ഹോൾ റേസ് ടു 3 ഡിവൈഡഡ് ബൈ 3 പ്ലസ് സി അപ്പോൾ ഇതാണ് ഫൈനൽ ആൻസർ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ താല്പര്യപ്പെടുന്നു. നന്ദി. നമസ്കാരം.